Hello, dears. Welcome to EduFix Academy. 2025 ജൂൺ സെഷനിലേക്കുള്ള റീ രജിസ്ട്രേഷൻ ഇഗ്നോയുടെ റീ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി തരുന്ന അവസാന ഡേറ്റ് ജൂൺ 30-നാണ്. ജൂൺ 30-ന്റെ ഉള്ളിൽ എല്ലാവരും റീ രജിസ്ട്രേഷൻ ചെയ്യുക. ഇനി റീ രജിസ്ട്രേഷൻ എന്തിനാണ് ചെയ്യുന്നത്? ഫസ്റ്റ് ഇയർ അഡ്മിഷൻ എടുത്ത ഒരു കുട്ടി അല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്റർ അഡ്മിഷൻ എടുത്ത ഒരു സ്റ്റുഡൻറ് അവർക്ക് സെക്കൻഡ് ഇയറിലേക്ക് ഇഗ്നോയിൽ എൻറോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ റീ രജിസ്ട്രേഷൻ മസ്റ്റായിട്ടും ചെയ്യണം. റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ ആ കുട്ടിക്ക് സെക്കൻഡ് ഇയറിലേക്കോ സെക്കൻഡ് സെമ്മിലേക്കോ തുടർന്നുള്ള തേർഡ് ഇയറിലേക്കോ ഫോർത്ത് സെമ്മിലേക്കോ അങ്ങനെ ഒന്നും അഡ്മിഷൻ ലഭിക്കുകയില്ല, എൻറോൾമെന്റ് ലഭിക്കുകയില്ല, പ്രവേശനം ലഭിക്കുകയില്ല. ഇനി ഒരു കുട്ടി ഈ ലാസ്റ്റ് ഡേറ്റും കഴിഞ്ഞ് അവര് റീ രജിസ്ട്രേഷൻ ഇപ്രാവശ്യം ചെയ്യുന്നില്ല, വരുന്ന ഡിസംബറിലുള്ള റീ രജിസ്ട്രേഷന്റെ സമയത്ത് ആ സെഷന്റെ റീ രജിസ്ട്രേഷന്റെ സമയത്തെ രജിസ്ട്രേഷൻ ചെയ്യുന്നു എന്നുള്ളെങ്കിൽ എന്താണ് സംഭവിക്കുക? ആ കുട്ടിക്ക് 6 മാസം നഷ്ടപ്പെടും. അദ്ദേഹത്തിന് സെക്കൻഡ് ഇയറിലേക്കോ അല്ലെങ്കിൽ സെക്കൻഡ് സെമ്മിലേക്കോ ഉള്ള പ്രവേശനം 6 മാസം വൈകും. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ലഭിക്കുവാനും ഇത്തരത്തിൽ 6 മാസം വൈകും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ 1 വർഷം കഴിഞ്ഞു അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ടാണ് എന്നുണ്ടെങ്കിൽ കോംപ്ലിക്കേഷൻ കൂടും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം. 2 വർഷത്തെ PG ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്, അദ്ദേഹം സെക്കൻഡ് ഇയറിൽ രജിസ്റ്റർ ചെയ്തില്ല, ഫസ്റ്റ് ഇയർ രജിസ്റ്റർ ചെയ്തു. ഫസ്റ്റ് ഇയർ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിന്റെ എക്സാം എഴുതാം. സെം പ്രോഗ്രാംസ് ആണെന്നെങ്കിൽ ഫസ്റ്റ് സെമ്മിന്റെ എക്സാംസ് എഴുതാം. നിങ്ങൾ അതിനുശേഷം ഫസ്റ്റ് ഇയറിന്റെ എക്സാം എഴുതി, ഇൻ കേസ് എഴുതിയിട്ടില്ല എങ്കിൽ കൂടി നിങ്ങൾ സെക്കൻഡ് ഇയർ രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഒരു PG പ്രോഗ്രാം എടുത്തിട്ടുള്ള സ്റ്റുഡൻറ് സെക്കൻഡ് ഇയർ റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സെക്കൻഡ് ഇയറിലേക്ക് എൻറോൾമെന്റ് കിട്ടില്ല. അവര് ഈ വർഷം ചെയ്യുന്നില്ല, ഇനി വരുന്ന ജൂണിലാണ് ചെയ്യുന്നുണ്ട്. 1 വർഷം ഡിലേ ആയി, 1 വർഷം ഡിലേ ആയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 1 വർഷം നഷ്ടപ്പെടും. ഓൾറെഡി അദ്ദേഹം 2 വർഷത്തെ PG 3 വർഷം കൊണ്ടേ കിട്ടുള്ളൂ. മാത്രമല്ല ഇതിന്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുവാനും അതിൻ്റെതായിട്ടുള്ള സമയം വൈകുകയും ചെയ്യും. ചിലർ ചോദിക്കാറുണ്ട്, റീ രജിസ്ട്രേഷൻ ചെയ്തില്ല, സെക്കൻഡ് ഇയറിലേക്ക് റീ രജിസ്ട്രേഷൻ ചെയ്തില്ല, പക്ഷേ സെക്കൻഡ് ഇയറിന്റെ എക്സാം എഴുതാൻ പറ്റുമെന്ന്? ഒരിക്കലും ഇല്ല. റീ രജിസ്ട്രേഷൻ ചെയ്ത് അതിന്റെ ടൈം പീരിയഡ്, അതായത് 1 ഇയർ എന്നുള്ള ടൈം പീരിയഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു എക്സാം എഴുതാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് ജൂണിൽ റീ രജിസ്ട്രേഷന്റെ സമയമായിട്ടുണ്ട് ഒരു സ്റ്റുഡൻറ്റിന്, 1 ഇയർ കഴിഞ്ഞിട്ട് ജൂണിൽ ഒരു റീ രജിസ്ട്രേഷന്റെ സമയമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് റീ രജിസ്ട്രേഷൻ ചെയ്താലേ സെക്കൻഡ് ഇയറിന്റെ എക്സാം വരുന്ന ജൂൺ എക്സാമിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇപ്പൊ 2025 ജൂണിലാണ് റീ രജിസ്ട്രേഷൻ എന്ന് വിചാരിക്കുക. ഇനി സെക്കൻഡ് ഇയറിന്റെ എക്സാം എഴുതേണ്ടത് 2026 ജൂണിലാണ്. അത് ഈ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ആ ഒരു സമയത്ത് എക്സാം എഴുതാൻ പറ്റുള്ളൂ. അതല്ല, ഈ ഒരു സ്റ്റുഡന്റ് ഇനി വരുന്ന ഡിസംബർ 2025 റീ രജിസ്ട്രേഷൻ ചെയ്തത്, 6 മാസം വൈകിപ്പിച്ചിട്ടാണ് ചെയ്തതെങ്കിൽ അവർക്ക് എക്സാം വരിക 2026 ഡിസംബറിലാണ് ഫസ്റ്റ് സെക്കൻഡ് ഇയറിന്റെ എക്സാം വരിക. ഞാൻ ഇയർ വൈസ് പ്രോഗ്രാമിനെ ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ആ ഒരു കാലാവധിന്റെ ഡിഫറൻസ് സം വൈസ് പ്രോഗ്രാംസിലും ഉണ്ടാവും. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഒരു സെഷൻ റീ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് അടുത്ത ആ ഒരു സെഷന്റെ എക്സാം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇനിയിപ്പോ 3 ഇയർ ഡിഗ്രി എടുത്തവര് സെക്കൻഡ് ഇയർ 2 വർഷം റീ രജിസ്ട്രേഷൻ ചെയ്തു, ഇനി 3-ാമത്തെ വർഷത്തേക്ക് റീ രജിസ്ട്രേഷൻ ചെയ്താലേ അവർക്ക് തേർഡ് ഇയർ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാംസ് എഴുതാൻ പറ്റുള്ളൂ. ഇങ്ങനെ വൈകിപ്പിച്ചാലുള്ള മെയിൻ പ്രധാന പ്രശ്നം ഇങ്ങനെ സർട്ടിഫിക്കറ്റിലുള്ള എന്താ ഡിലേ ഉണ്ടാവും. അതുപോലെ തന്നെ ബാക്ക് പേപ്പേഴ്സ് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എഴുതാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിലൊക്കെ പേപ്പേഴ്സ് എഴുതിയെടുക്കാനുള്ള സമയം ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. റീ രജിസ്ട്രേഷൻ പോയിട്ട് നമ്മൾ എന്താ ലാസ്റ്റ് ടൈമിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റീ രജിസ്ട്രേഷൻ ചെയ്തിട്ട് ആ ഒരു പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ, ആ ഒരു വർഷത്തെ ഡ്യൂറേഷന്റെ എൻഡില് ആണ് അതിന്റെ എക്സാം വരിക. ആ എക്സാമിൽ എങ്ങാനും ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് കൂടുതൽ സമയം ഉണ്ടാവില്ല. അതായത് 3 വർഷത്തെ ഡിഗ്രി മിനിമം 3 വർഷം,
മാക്സിമം പോയാൽ 6 വർഷം. ആ ആറാമത്തെ വർഷത്തിലേക്കൊക്കെ ഇത് റീ രജിസ്ട്രേഷൻ വൈകിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ വല്ല ഫെയിലോ എന്തെങ്കിലും എക്സാം എഴുതാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഏഴാമത്തെ വർഷത്തേക്ക് യൂണിവേഴ്സിറ്റി അത് എക്സ്റ്റെൻഡ് ചെയ്യില്ല. അത് നിങ്ങൾ ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ അവസ്ഥ, ഡ്രോപ്പ് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വരും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ആ ഒരു ടൈം പീരിയഡ് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടും മെയിൻറ്റെയിൻ ചെയ്യുക. എക്സാം എഴുതിയിട്ടില്ല, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട്, അല്ലെങ്കിൽ കഴിയില്ല എന്നുള്ള കാരണം കൊണ്ട് റീ രജിസ്ട്രേഷൻ വൈകിപ്പിക്കരുത്. റീ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതാത് ഇയറിലേക്കുള്ള എൻറോൾമെന്റ് പ്രവേശനം ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് വരുന്ന സമയത്ത് എക്സാമും അസൈൻമെന്റും ഒക്കെ അതിൻ്റെ സമയത്ത് നിങ്ങൾക്ക് പറ്റുന്ന ഇടവേളകളിലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ, മാക്സിമം ഡ്യൂറേഷൻ എത്തുന്നതിൻ്റെ മുന്നേ സബ്മിറ്റ് ചെയ്തിട്ടും എക്സാം എഴുതിയിട്ടും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ റീ രജിസ്ട്രേഷൻ അതിൻ്റെ കറക്റ്റായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം.